റീസെൻ്റ്ലി, അതായത് സ്പെസിഫിക്കലി ഇന്നലെ ഞാൻ തുടരും കണ്ടു. ഓൾറെഡി തുടരിനെ കുറിച്ച് ചിലപ്പോൾ ഞാനൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടാവില്ല, കാരണം നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ റെസ്പോൺസ് സോഷ്യൽ മീഡിയയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. ബട്ട് എനിക്ക് എങ്ങനെയാണ് ഇത് ഫെൽറ്റ് ചെയ്തത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ തോന്നുന്നത്. ഇറ്റ്സ് നോട്ട് എ റിവ്യൂ, ബട്ട് ജെനുവിൻലി എനിക്കിത് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. സാധാരണ ഒരു റിവ്യൂ പറയുന്നത് പോലെ എനിക്കിത് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ബിക്കോസ് ഐ എം ലിറ്റിൽ ബിറ്റ് ഇമോഷണൽ. കാരണം എനിക്ക് സാധാരണ ഞാനിങ്ങനെ നടന്മാർ അല്ലെങ്കിൽ നടികൾ എന്നുള്ളത് നമുക്കൊരു ഇമോഷനാണ് എന്ന് നമുക്ക് അറിയാം. പക്ഷെ എന്നാലും നമുക്കതൊരു താരാരാധന എന്നുള്ള രീതിയിൽ അതിനെ അങ്ങ് പറഞ്ഞു വെക്കാറുണ്ട് പലപ്പോഴും. പക്ഷേ മോഹൻലാൽ ഈസ് വെരി വെരി പേഴ്സണൽ എന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു മൂമെന്റ് ഇല്ലേ, എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു റിയലൈസേഷൻ തന്നെയായിരുന്നു ഈ ഒരു മൂവി. എല്ലാവർക്കും മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമാണ്. എത്രയൊക്കെ നമ്മൾ മോഹൻലാൽ എന്നുള്ള നടനെ നമ്മളിപ്പോൾ പല റീസെൻ്റ്ലി കുറേ സിനിമകൾ ഇറങ്ങിയപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ അത് ആ നടനോടുള്ള ഇഷ്ടമില്ലായ്മയല്ല, ഇഷ്ടം കൂടുതലാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് റിയലൈസ് ചെയ്യാൻ തുടരും വേണ്ടി വന്നു എന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാണ്ട് ടു താങ്ക് തരുൺ മൂർത്തി ഫോർ ഗിവിങ് മീ അവർ ലാലേട്ടൻ ബാക്ക്. അല്ലെ, ആ ഒരു ലാലേട്ടനെ തിരിച്ചു തന്നതിലുള്ള സന്തോഷം തന്നെയാണ് തുടരും എന്നുള്ള സിനിമയുടെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയാം. നമ്മൾ കാണാൻ കൊതിച്ച നമ്മുടെ ലാലേട്ടനെ നമ്മൾ വീണ്ടും കണ്ടൊരു പടം. ആസ് എ ഹോൾ ഈ ഒരു മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് മൂവി ഐ ഹാവ് കം അക്രോസ് റീസെൻ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാനൊരു 2 കൊല്ലത്തെ ഞാൻ പടങ്ങൾ പറയാം. ഈ 2 കൊല്ലത്തെ പടങ്ങൾ എടുത്താൽ കഴിഞ്ഞാൽ പോലും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് തുടരുമാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഭയങ്കര ഹാപ്പിയായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി. പല പടങ്ങളും ഇറങ്ങുമ്പോൾ നമ്മൾ പല രീതിയിൽ ആ സിനിമയെ കണ്ടുപോകാറുണ്ട്. പക്ഷേ ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണലായിപ്പോയി. എനിക്ക് തോന്നുന്നു അവസാനത്തെ ഒരു ഷോട്ട് ഉണ്ട്, ആ ഷോട്ടിൽ മോഹൻലാൽ തുടരും എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഒരു സിനിമ പ്രേമി എന്നുള്ള നിലയിൽ തിയേറ്ററിൽ നിന്ന് വല്ലപ്പോഴും തന്നെ പറയണം, അങ്ങനെ കിട്ടുന്നൊരു മൂമെന്റ് ഉണ്ട് നമുക്ക്. ആ ഒരു മൂമെന്റ് ആയിരുന്നു സത്യത്തിൽ തുടരും എന്ന് പറയുന്നത്. ഈ സത്യത്തിൽ പറയാൻ വാക്കുകളില്ല. എനിക്കിത് സത്യത്തിൽ ലാലേട്ടൻ്റെ മാത്രം മൂവിയായിട്ട് പറയണമെന്നില്ല കേട്ടോ. പക്ഷേ ലാലേട്ടനോടുള്ള ഇഷ്ടം കൂടുതലാണോ എന്താണെന്നറിയില്ല, എനിക്ക് തുടരും എന്ന് പറഞ്ഞാൽ ലാലേട്ടനാണ്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ ഇതിൽ എടുത്തു പറയേണ്ട വേറെയും കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പെർഫോമൻസ് കൊണ്ടും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് കൊണ്ടും ഒരു പടം നമ്മളെ അങ്ങോട്ട് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുക, അല്ലെങ്കിൽ സിനിമയുടെ മാജിക് നമ്മൾ കാണുക എന്നൊക്കെ പറയുന്നത് അത് തുടരുമിലുണ്ട്.